കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് 4520. അതായത് ഇത് 2020 ടയറാണ്. നമസ്കാരം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയൊക്കെയുള്ള സോഷ്യൽ മീഡിയകളെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇത്, യൂസ്ഡ് ടയറുകളെ കുറിച്ചുള്ള വീഡിയോ. അപ്പോൾ അത്തരം വീഡിയോകളിലൊക്കെ അവർ നന്നായിട്ട് ഈ യൂസ്ഡ് ടയർ സെല് ചെയ്യുന്ന ഷോപ്പുകളെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് അവർ ചെയ്യുന്നത്. അപ്പം ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. യൂസ്ഡ് ടയറുകൾക്ക് എന്താണ് സംഭവിക്കുന്നത് ശരിക്കും, ഈ അതിന്റെ ബ്രാൻഡുകളും അല്ലെങ്കിൽ ലേബലുകളും എല്ലാം അവർ ചുരണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് അത് വിൽക്കുന്നത്. നമ്മൾ സാധാരണ ഒരാള് കാറുകളെ കുറിച്ചോ അല്ലെങ്കിൽ ടയറിനെ കുറിച്ചോ വ്യക്തമായ ധാരണയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, നമ്മൾ സാധാരണ വണ്ടികളെ കുറിച്ചൊക്കെ നന്നായിട്ടൊക്കെ ശ്രദ്ധിക്കും, അതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ കാണും, വണ്ടികളെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ എത്ര പേര് ഈ ടയറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ടയർ എന്ന് പറയുന്നത് വണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇഞ്ചൻ, ഗിയർ ബോക്സ്, സസ്പെൻഷൻ എന്നൊക്കെ പറയുന്ന കൊണ്ട് തന്നെ വണ്ടിയുടെ കംഫർട്ടബിലിറ്റി, ഡ്രൈവിംഗ് സുഖം, പിന്നെ യാത്രാ സുഖം, ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ടയറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓരോ കമ്പനികളിലും ആവശ്യക്കാരന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഓരോ ടയറുകൾ വാങ്ങിക്കുന്നു. പക്ഷെ നമ്മൾ സാധാരണ, ഞാനിപ്പോൾ ഈ സാധാരണ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, നമ്മുടെ സാധാരണക്കാർ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ടയർ കടക്കാരനോട് പറയും എന്റെ വണ്ടിക്ക് ഒരു ടയർ വേണം. നമ്മൾ ആദ്യമായിട്ട് ചോദിക്കുന്നത് പൈസയാണ്, എത്ര രൂപയാകും. കാരണം പണമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഏറ്റവും വില കുറഞ്ഞ എന്നാൽ കൊള്ളാവുന്ന ഒരു ടയർ നമുക്ക് കിട്ടിയാൽ അത്രയും നല്ലതാണ്. നമ്മൾ അത് ഏത് ബ്രാൻഡ് ആണെന്നോ അല്ലെങ്കിൽ സോഫ്റ്റ് ടയർ ആണോ, സെമി കാറ്റഗറി വരുന്നതാണോ, അതോ ഹാർഡ് ആയിട്ടുള്ള ടയർ ആണോ, വെറ്റ് ഗ്രിപ്പ് ആണോ, ഡ്രൈ ഗ്രിപ്പ് ആണോ, ഇതൊന്നും നമ്മൾ നോക്കാറില്ല. നമുക്ക് വില കുറഞ്ഞ ഒരു ടയർ നമുക്ക് വേണം. അപ്പം അതാണ് ഈ യൂസ്ഡ് ടയറുകാർ ചൂഷണം ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആരുടെയും ബിസിനസ്സിനെതിരായിട്ടോ ഒന്നുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ യൂസ്ഡ് ടയർ വിൽക്കുന്നവരുടെ ഈ ട്രാപ്പിൽ വീണ് ചതിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു ബ്രാൻഡഡ് ടയറിന് നമ്മുടെ നാട്ടിലിപ്പം 4500 അല്ലെങ്കിൽ 5000 രൂപ അല്ലെങ്കിൽ മാക്സിമം 6000 രൂപയൊക്കെ ഓരോ ടയറിന്റെ സൈസ് ഒക്കെ അനുസരിച്ച്. നമ്മുടെ ഒരു മിഡ് റേഞ്ച് സൈസ് വണ്ടികൾ, ഇപ്പൊ സ്വിഫ്റ്റ് പോലൊക്കെയുള്ള കാറുകളാണെങ്കിൽ 165 തൊട്ട് അല്ലെങ്കിൽ 185 റേഞ്ചിലുള്ള റേഡിയസ് 14 ആയിട്ടുള്ള ടയറാണ്. അപ്പൊ അതിന്റെ നല്ല ടയറിനൊക്കെ നമുക്ക് 5000 രൂപ ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടയർ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ടയർ വാങ്ങിച്ചിരുന്നതാണ് നല്ലത്. ഇപ്പം ചൈനയുടെ ടയറുകളാണെങ്കിൽ പോലും ഒരു 2-3 മാസം പഴക്കമുള്ള ടയർ തന്നെ വാങ്ങിക്കണം. നമ്മൾ സാധാരണ യൂസ്ഡ് ടയർ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രിപ്പ് എത്രയുണ്ട്, തേയ്മാനം എത്രയുണ്ടെന്നാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കട്ട എത്രയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ആദ്യമേ അങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത്, നല്ല കട്ടയുള്ള ടയർ താണെന്നൊക്കെ നമ്മൾ പറയും കടയിൽ ചെന്നിട്ട്. ആ കട്ട മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമ്മൾ നോക്കണം. 5 വർഷത്തിൽ കൂടുതലുള്ളതാണെങ്കിൽ ടയർ നമ്മൾ ഒരു കാരണവശാലും വണ്ടിയിൽ ഉപയോഗിക്കരുത്. നമ്മൾ പുതിയ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ടയർ വാങ്ങിച്ചതാണെങ്കിലും അത് ഒരുപാട് ഓടിയിട്ടില്ലെങ്കിൽ പോലും 5 വർഷത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ആ ടയർ മാറ്റണം. പിന്നെ ഈ വണ്ടി ഓടുന്ന വണ്ടിയുടെ ടയറിനെക്കാളിലും അപകടകാരിയാണ് നമ്മൾ ഈ കാർ പോർച്ചിലെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി. വിദേശത്തൊക്കെ ജോലിയുള്ളവര് വണ്ടി വല്ലപ്പോഴും വർഷത്തിലൊരിക്കലേ ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പ്രായമായവര് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഡ്രൈവറെയൊക്കെ വെച്ചായിരിക്കും വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അവർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ വണ്ടി ഉപയോഗിക്കാറുള്ളൂ. അത്തരം വണ്ടികളുടെ ഒക്കെ ടയറാണ് കൂടുതൽ ഡാമേജ് ആവുന്നതും പെട്ടെന്ന് പഞ്ചറാകാൻ സാധ്യത. അപ്പൊ അങ്ങനെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ആ വണ്ടി ഒന്ന് ഉരുട്ടി ഒക്കെ ടയറൊക്കെ ഒന്ന് ശരിയാക്കണം. ഒരു 2 കിലോമീറ്റർ ഒക്കെ ഒന്ന് ഓടിക്കുകയോ ഒക്കെ ചെയ്യണം ഇടയ്ക്ക്. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഒരുപാട് പഴകിയ ടയറുകൾ, അത് കട്ടയുണ്ടെങ്കിൽ തന്നെ, നമ്മുടെ ഈ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ ടയറുകളൊക്കെ അപകടകാരിയാണ്, നമുക്കത് അപകടം കൊണ്ടുവരും. അപ്പം ഈ ലേബിള് ചുരണ്ടി കളഞ്ഞിട്ട് ഈ യൂസ്ഡ് കടക്കാർ സെക്കൻഡ് ഹാൻഡ് ടയർ എന്ന് പറഞ്ഞ് വിൽക്കുന്ന ടയർ ഒരിക്കലും നമ്മൾ വാങ്ങിച്ചിടരുത്. അത് വലിയ അപകടം ഉണ്ടാക്കും. വണ്ടിയുടെ ടയറൊക്കെ ഓട്ടത്തിലൊക്കെ പൊട്ടിപ്പോവുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ 1000-2000 രൂപ ലാഭത്തിനായിട്ട് പോയിട്ട് ജീവൻ വരെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലൊക്കെ വരും. പിന്നെ കാറിന്റെ ഫ്രണ്ട് വീലില് സാധാരണ ഉണ്ടാകുന്ന പഞ്ചർ എന്ന് പറഞ്ഞാൽ സൈഡിലെ പഞ്ചറാണ്. നമ്മൾ ഈ ചെറിയ ഇഷ്ടികയിലോ അല്ലെങ്കിൽ പൊങ്ങിയിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പികളിലോ കമ്പോ അല്ലെങ്കിൽ റോഡിൽ കിടക്കുന്ന കല്ലോ അവിടെയൊക്കെ തട്ടിയിട്ട് ഇതിന്റെ സൈഡില് എഡ്ജ് ക്രാക്ക് ആകുന്നതാണ് സാധാരണ നമ്മൾ കാണുന്ന ഒരു പഞ്ചർ. നടുക്കുവശം ഈ ആണിയൊക്കെ കൊണ്ട് പഞ്ചറാകുന്നതിനെക്കാട്ടി കൂടുതൽ ഈ സൈഡ് വശം പഞ്ചറാകുന്നതാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. അത്തരം ടയറുകളൊക്കെ നല്ല ഗ്രിപ്പ് ഉള്ളതായിരിക്കും, പക്ഷെ സൈഡ് പഞ്ചറാവും.
അപ്പൊ അങ്ങനെ പഞ്ചർ ആവുന്ന ടയറുകളും ഇവര് അത് റിപ്പയർ ചെയ്തിട്ട് യൂസ്ഡ് കടകളിൽ വിൽക്കും. നമ്മൾ ഈ വണ്ടികളെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത അല്ലെങ്കിൽ ടയറിന് വലിയ ഫോക്കസ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. നമ്മൾ വളരെ വേഗത്തിലൊക്കെ പോകുമ്പോൾ ഒരു 60-70 കിലോമീറ്ററിനൊക്കെ മുകളിലോട്ട് വണ്ടി ഓടിക്കും. അത്രയും സ്പീഡിൽ പോകുമ്പം ഈ ടയറൊക്കെ ബേസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റോഡിലൊക്കെ ഉണ്ടാകുന്ന പല അപകടങ്ങളും ഇങ്ങനെ യൂസ്ഡ് ടയർ ഉപയോഗിച്ചിട്ട് ആ ടയർ ബേസ്റ്റ് ആയിട്ടാണ്. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. കാരണം ആക്സിഡന്റ് ആയി കിടക്കുന്ന വണ്ടിയുടെ ടയർ എന്തായാലും പൊട്ടുമല്ലോ, മിക്ക ടയറുകളും പൊട്ടും. നമ്മൾ ഓർക്കുന്ന ഇത് ആക്സിഡന്റിന് ശേഷം ഈ ടയർ പൊട്ടിയതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ആക്സിഡന്റിന് ശേഷം ആയിരിക്കത്തില്ല ഈ ടയർ പൊട്ടിയിട്ടുള്ളത്. അതിനു മുമ്പ് ഈ ടയർ മോശമായതുകൊണ്ടായിരിക്കും ചിലപ്പം ആക്സിഡന്റ് ആയത്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, യൂസ്ഡ് ടയർ വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർ ഒരു അല്പ ലാഭത്തിന് വേണ്ടി നമ്മൾ വലിയൊരു അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. തന്നെയല്ല, നമ്മൾ സ്വയം അപകടത്തിലേക്ക് പോവുക മാത്രമല്ല, ഒരു വഴിയാത്രക്കാരനെ നമുക്ക് ചിലപ്പം ഈ നമ്മുടെ വണ്ടിയുടെ കുഴപ്പം കൊണ്ട് ഒരു വഴിയാത്രക്കാരനെ തട്ടുപോവെല്ലാം ചെയ്തു കഴിഞ്ഞാലേ ദിവസക്കൂലിക്കൊക്കെ പോകുന്നവരോ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഒരാളൊക്കെ ആയിരിക്കാം. അവരുടെയൊക്കെ ജീവിതം മാറ്റിമറിയാൻ ഈ ഒരു സംഭവം മാത്രം മതി. ഇതൊക്കെ എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്തത്. കാരണം ഈ യൂസ്ഡ് ടയറിന്റെ ഇത് എല്ലാ ചാനലിലും ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എത്രയും ആൾക്കാർ ഇതിലേക്ക് ആവുമല്ലേ ചെയ്യുന്നത്. ഞാൻ എൻ്റെ വണ്ടിയുടെ ടയറിന്റെ പിന്നെ വിഷ്വൽസ് ഞാൻ കാണിച്ചതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ടയർ പഴയതാണോ പുതിയതാണോ നല്ലതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ചെറിയതായിട്ട് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തമാവും. എൻ്റെ കയ്യിലിരിക്കുന്നത് മെഴ്സിഡീസിന്റെ E250 എന്ന് പറയുന്ന മോഡലാണ്, പെട്രോളാണ്. അപ്പം അതിന്റെ ടയർ ഞാൻ അപ്സൈസ് ചെയ്ത ടയറാണ് ഇതിന്റെ ശരിക്കും. ഇതിന്റെ ശരിക്കുള്ള ടയർ, ഇപ്പൊ ഇട്ടിരിക്കുന്ന ടയർ ഇവിടെ നമ്മൾ നോക്കിയാൽ ശരിക്കും കാണാം. എൻ്റെ സൈസ് 265, 35, 18 ആണ്. 265, 35, 6, 18. ഇത് റേഡിയസ് ആണ്. ഇതിന്റെ വലിപ്പം ഇവിടം തൊട്ട് ഈ ടയറിന്റെ ഈ വീലിന്റെ ഇങ്ങനെയുള്ള വലിപ്പമാണ് ഈ 618 എന്ന് പറയുന്നത്. ഇതിന്റെ ഈ വീതിയാണ് 265 എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ സൈസ് ഇവിടെ കല്ല് കയറിയിരിക്കുന്നുണ്ടോ, 255 ഇതിന്റെ സൈസ്. പക്ഷെ ഇതിപ്പോ ഞാൻ ഇച്ചിരി അപ്സൈസ് ചെയ്തതാണ്. അപ്സൈസ് ചെയ്യാൻ കാരണം ആ മോഡൽ ടയർ അന്ന് കിട്ടുന്നില്ലായിരുന്നു. ഇനിയും ഈ ടയർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് നമ്മുടെ കോണ്ടിനെന്റലിന്റെ കോണ്ടി സ്പോർട്സ് 3 ആണ്. കോണ്ടിനെന്റലിന്റെ കോണ്ടി സ്പോർട്സ് കോൺടാക്ട് 3 എന്ന് പറയുന്ന മോഡലാണിത്. നല്ല ടയറാണ്, നല്ല കംഫർട്ടാണ്, സോഫ്റ്റ് ടയറാണ്. ഇനി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എഴുതിയിട്ടുണ്ട് 4520. അതായത് ഇത് 2020 ടയറാണ്. ഓരോ ടയറിനും ഇത് എഴുതിയിരിക്കുന്ന ഓരോ ടൈപ്പിലാണ്. ഈ ടയർ 2020 ഇപ്പൊ നമ്മളിപ്പം സംസാരിക്കുന്നത് 2024 അപ്പൊ 4 വർഷമായി ഈ ടയർ വാങ്ങിച്ചിട്ട്. അപ്പൊ ഇനി 1 വർഷം കൂടി ഈ ടയർ ഓടിക്കാം. പക്ഷെ ഇതിന്റെ ഗ്രിപ്പ് നോക്കിയേ, നല്ല ഗ്രിപ്പാണ്. ഇതിന് ഒട്ടും തേയ്മാനം വന്നിട്ടില്ല ഇതുവരെ. അപ്പം എന്നും പറഞ്ഞിട്ട് ഇത് തേയുന്നവരെ നമ്മളിട്ട് ഈ വണ്ടി ഓടിക്കരുത്. ഞാനിതിന്റെ ഫ്രണ്ടിലെ ടയർ കാണിക്കാം. ഫ്രണ്ടിലെ ടയർ ഒരു ചൈനീസ് ടയറാണ്. ഇത് ഓട്ടോ ഗ്രിപ്പ് എന്ന് പറയുന്നതാണ്. പക്ഷെ അത്ര മോശം ടയറൊന്നുമല്ല. ഇതും ഒരുപാട് വർഷമായ ടയറാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇത് 245, 40, 18 റേഡിയസ് ഉള്ളതാണ്. ഇതിന്റെ ഈ വീതി, ടയറിന്റെ വീതി എന്ന് പറയുന്നത് 245 ആണ്. പിന്നെ ഈ സൈസ് 40, റേഡിയസ് എന്ന് പറയുന്നത് 18. രണ്ട് വീലും ഒരേ സൈസാണ്. അപ്പൊ ഇവിടെയും ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ്. ടയറിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് കാണാൻ നോക്കി കഴിഞ്ഞാൽ 3/8/18. അപ്പൊ ഇത് 2018 ഉണ്ടാക്കിയിട്ടുള്ള ടയർ, മാനുഫാക്ചർ ചെയ്ത ടയറാണ്. ഏകദേശം 6 വർഷമായി ടയർ. ഈ ടയർ ശരിക്കും അത് മാറ്റേണ്ട സമയമായി. പക്ഷെ നമുക്കറിയാമല്ലോ ടയറിന്റെ വിലയൊക്കെ നമ്മൾ നോക്കും. പക്ഷെ ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, നല്ല ഗ്രിപ്പുണ്ട്. നമ്മൾ പുറകിൽ കണ്ട ടയറിന് അത്രയും ഗ്രിപ്പ് അതിനില്ല, കാരണം അത്രയും വർഷമായില്ലേ. ഈ ഫ്രണ്ടിലെ മറ്റേ ടയർ, ഇടതുവശത്തെ ടയർ, ഇതൊരു ചൈനീസ് ടയറാണ്. കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ്. ചെറാഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇവിടെ എൻ്റെ നെയിമുണ്ട്. തരക്കേടില്ലാത്തൊരു ചൈനീസ് ടയറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് ഡേറ്റ് കാണാം. ഇത് 2023 ഞാൻ പക്ഷേ ഈ ടയർ വാങ്ങിച്ചിട്ട് ഏതാണ്ട് 6-7 മാസമായതേ ഉള്ളൂ. 2023 മാനുഫാക്ചർ ചെയ്ത ടയറാണിത്. അപ്പോൾ കടയിൽ ഏതാണ്ട് 1 വർഷത്തോളം ഈ ടയർ ഇരുന്നതാണ്. എന്നാലും കുഴപ്പമില്ല, പുതിയ ടയറാണ്. ഗ്രിപ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ കണ്ടറിയാം. പുറകിലത്തെ ടയർ ഇത് 2020 മാനുഫാക്ചർ, ഇത് കോണ്ടിനെന്റൽ തന്നെയാണ്. ഞാനിത് ബാക്കിൽ നല്ല ടയർ ഇട്ടതിൻ്റെ കാര്യം, ഇത് ബാക്ക് ഡ്രൈവ് കാറാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ഡ്രൈവ് കാറല്ല, അത് ബാക്ക് എഞ്ചിനാണ്. അപ്പം അതുകൊണ്ട് കോണ്ടിനെന്റൽ തന്നെയാണ്. ഇപ്പം കൂടുതൽ തേയുന്ന ടയർ ഈ ബാക്കിലത്തെ ടയറാണ്. ഇതിൻ്റെ ഇവിടെ ഒരു മുഴ കണ്ടില്ലേ, ഞാൻ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു. അപ്പോൾ ഇത് ഞാനൊരു ദൂരയാത്ര ചെയ്ത് വന്നപ്പോഴേ
എന്തിലോ തട്ടിയതാണ് സൈഡിൽ. ഈ ഒരു മുഴയുണ്ട്. ഈ മുഴ അപകടകരമാണ്. പക്ഷേ ബാക്കിലെ ടയർ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് പക്ഷേ ഫ്രണ്ടിലായിരുന്നെങ്കിൽ ഈ ടയർ ഇട്ട് നമ്മൾ ഓടിക്കുന്ന ഭയങ്കര അപകടമാണ്. ഫ്രണ്ടിലാണെങ്കിൽ. ബാക്കിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ടയറുടെ പോയി ഞാൻ കാണിച്ചിരുന്നു. ഇവിടെ പിന്നെ ടയറിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേക സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ടിൽ ഇതുപോലെ മുഴയുള്ള ടയർ ഇട്ട് ഓടിക്കരുത്, അപകടമാണ്. അപ്പം നിങ്ങൾ ടയർ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കണം. ഇത് 2020 ടയറാണ്. ഏകദേശം 4 വർഷമായി. അത് നോക്കണം. അപ്പോൾ ഈ യൂസ്ഡ് ടയർ വിൽക്കുന്നവർ ഈ മാനുഫാക്ചറിങ് ഡേറ്റും പിന്നെ ഈ ടയറിൻ്റെ കമ്പനിയുടെ സാധനങ്ങളും ഈ ഡീറ്റെയിൽസും ഇതെല്ലാം ചുരണ്ടി കളഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. എന്താണ് നമ്മൾ വാങ്ങിക്കുന്ന സാധനം, അത് എന്നുണ്ടാക്കിയിട്ടുണ്ട്, എന്നത്തെയാണെന്നൊന്നും നമുക്കൊരു ഐഡിയയും ഇല്ല. നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ട് ഓടിക്കുകയാണ് ഒരു വിശ്വാസത്തിൻ്റെ പേര്.